ഇത് വല്ലാർപാടം പള്ളിയുടെ ഉള്ളിലാണ്. വല്ലാർപാടം എന്ന് പറഞ്ഞാൽ ഒരു ദ്വീപാണ്. എറണാകുളത്ത് നിന്ന് ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വല്ലാർപാടത്താണ് ഇന്ത്യയുടെ ആദ്യത്തെ കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പള്ളി വല്ലാർപാടം ബസിലിക്ക എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ പള്ളിയുടെ ഉൾവശത്താണ് കാണുന്നത്. ഇങ്ങനെ ഒരു 14 ഇങ്ങനെ ഒരു ഫോട്ടോ പോലെ വച്ചിട്ടുണ്ട്. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലമാണ്. പിന്നെ ഒരു വിനോദ കേന്ദ്രം കൂടിയാണ്. അത് കേരള സർക്കാർ പ്രഖ്യാപിച്ചതാണ്. ഇത് ശരിക്കും സ്ഥാപിതമായത് വല്ലാർപാടം പള്ളി എന്ന് ഇത് അറിയപ്പെടുന്നു. വല്ലാർപാടം ബസിലിക്ക എന്ന് അറിയപ്പെടുന്നു. ഇത് 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ പണിത ഒരു പള്ളിയാണ്. പിന്നീട് 17-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു വെള്ളപ്പൊക്കം വന്നു. ആ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇതൊക്കെ തകർന്നു പോയി. ഇതിൽ വച്ചിരിക്കുന്ന ആൾത്താരെ വച്ചിരിക്കുന്ന ഒരു പടം, ഈ മാതാവിൻ്റെ ഒരു പടം ഒലിച്ചു പോയി എന്ന് പറയുന്നു. അപ്പോൾ അന്നത്തെ പാലിയത്തച്ഛൻ, രാമൻ പാലിയത്തച്ഛൻ ആ പടം കിട്ടി. അത് പിന്നെ തിരിച്ച് അദ്ദേഹം കൊണ്ടുകൊടുത്തു. ആ കൊണ്ടുകൊടുത്ത സ്ഥലത്ത് ഒരു പള്ളി, പുതിയ പള്ളി നാട്ടുകാരെ കൂടി സ്ഥാപിച്ചു. സ്ഥലവും കൊടുത്തു, പണിയാനുള്ള കാശും കൊടുത്തു, പള്ളി പണിയാനുള്ള കാശും കൊടുത്തു. അങ്ങനെയാണ് ഈ പള്ളി ഉണ്ടായത്. ഇവിടെ പാലിയം കൊട്ടാരത്തിൽ നിന്ന് ഒരു വിളക്കും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നുള്ള എണ്ണയും അവർ കൊടുത്തിരുന്നു കുറേ കാലം. പിന്നെ നിന്നുപോയി. പിന്നെ രണ്ടാമത് ഇപ്പോഴും കൊടുക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെ ചരിത്രം ഉറങ്ങുന്ന ഒരു പള്ളി കൂടിയാണിത്. ഇവിടെ ഇപ്പോൾ ഫുൾ ടൈം ഇവിടെ ആൾക്കാരുണ്ട്. ഒരു തീർത്ഥാടന കേന്ദ്രം, ദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്. ഇപ്പോൾ അത് മാത്രമല്ല, ഒരു മറിയം ടവർ എന്നും പറഞ്ഞൊരു ഗോപുരമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് 64 സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോവാം. അപ്പോൾ അതൊക്കെയാണ് ആൾക്കാർ വരുന്നുണ്ട്. 10 രൂപ ടിക്കറ്റ് ഉണ്ട്. ലിഫ്റ്റ് കയറി കഴിഞ്ഞാൽ 10, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറിന് 5 രൂപ, അങ്ങനെയൊക്കെ ടിക്കറ്റ് റേറ്റാണ്. ഇത് നമ്മുടെ ഈ പള്ളിയുടെ ഉൾവശമാണ് ഈ കാണുന്നത്. ഉൾവശമൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളത്തുള്ള മിക്ക പള്ളികളും കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് റിനോവേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, എടപ്പള്ളി പള്ളി അടക്കം. അപ്പോൾ പള്ളിയുടെ ഉള്ളിൽ കയറിയ രസമൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഒരു വിശ്വാസമാണ്. ഓരോ വിശ്വാസികളുടെ അവരുടെ ഓരോ ആചാരങ്ങളും ഇതെല്ലാം കാണാം. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം. പക്ഷേ എനിക്ക് ആർക്കിടെക്ചർ കാണാൻ വേണ്ടി മാത്രം വന്നതാണ് ഇവിടെ. ഇത് മാതാവും കുട്ടി നിൽക്കുന്ന രൂപമാണ്. ഒരു നല്ല കാഴ്ചയ്ക്ക് വേണ്ടി വരുന്നവർക്ക് പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഇത്. നമുക്ക് മരിയം ടവർ എന്നുള്ള ആ ഒരു ഗോപുരത്തിലേക്ക് പോകാം. ടിക്കറ്റ് വെച്ചിട്ടാണ്. ഇതെന്തായാലും ശരിക്കും മൊത്തത്തിലൊരു ബിസിനസ് സ്ഥാപനം കാണുന്ന നമുക്ക് അവിടെ ചെന്നാൽ മനസ്സിലാവും. എല്ലാ സ്ഥലത്തും ഭണ്ഡാരപ്പെട്ടിയും അതിന് മുകളിലേക്ക് പോകാനുള്ള കാശുമൊക്കെ വെച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് ക്യാഷ് എടുക്കാം. മുകളിലേക്കുള്ള വേണമെങ്കിൽ ലിഫ്റ്റിൽ ഇതിൽ കയറി പോകാം, അല്ലെങ്കിൽ ഈ 64 പടി കയറി മുകളിലെത്താം. ഇത് ഉദ്ഘാടനം കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു, ഈ മറിയം ടവറിൻ്റെയൊക്കെ. അപ്പോൾ ഞാനിത് പലതവണ വന്നിട്ടുണ്ട്, 2-3 വർഷമൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പള്ളിയുടെ ചെറിയൊരു രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചെറിയൊരു മോഡല്. പിന്നെ കുറച്ച് അവശേഷിപ്പുകൾ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് പുതിയതായിട്ട് വന്നാൽ തോന്നുന്നു. നേരത്തെ ഞാനൊന്നും കണ്ടായിരുന്നില്ല. സോ പോർച്ചുഗീസുകാരുടെ 16-ാം നൂറ്റാണ്ട് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതിലുണ്ടാവാം. പിന്നെ ഈ ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിലെത്തി നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു രൂപമൊക്കെ വെച്ചിട്ടുണ്ട്. ചെറുതല്ല, അത്യാവശ്യം വലിയൊരു മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് കാറ്റൊക്കെ കൊണ്ട് ഈ കൊച്ചിനെ മുഴുവൻ ഇവിടെ നിന്ന് കാണാം. ഈ വല്ലാർപാടം ഒരു ദ്വീപാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് തന്നെ ഈ ദ്വീപിലാണ് ഈ പള്ളിയും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മുകളിൽ നോക്കുമ്പോൾ കൊച്ചിയുടെ രാത്രി കാഴ്ചയാണ് ഈ കാണുന്നത്. കൊച്ചി ശരിക്കും രാത്രിയാണ് കാണേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. രാവിലെ ഞാൻ ഇവിടെ സ്ഥിരം പോകുന്ന ആളാണ്. പക്ഷേ രാവിലെ മുമ്പ് ഇത്ര വലിയ ഭംഗിയൊന്നും കാണുന്നില്ല. പക്ഷേ രാത്രി ആയിക്കഴിഞ്ഞാൽ കൊച്ചിയുടെ രൂപം മാറും. സോ ഈ കാഴ്ച കാണാൻ വേണ്ടിയെങ്കിലും നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു അനുഭവമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല കാറ്റുമുണ്ട് ഇവിടെ. അധികം രാത്രി ആണെങ്കിൽ വരണം, കാരണം ഇത് അടയ്ക്കും. എനിക്ക് തോന്നുന്നു ഒരു 7-7:30 ആകുമ്പോൾ അടയ്ക്കും തോന്നുന്നു. സോ ഈ ഒരു രൂപം നന്നായിട്ടവർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ രൂപം ഉണ്ടാക്കിയ ആളുടെ ഒരു ക്വാളിറ്റിയാണ് പറഞ്ഞത്. അത്യാവശ്യം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇതാണിപ്പോൾ ഈ പള്ളിയിൽ വന്നാൽ കാണാൻ പറ്റിയൊരു കാഴ്ച. ഇത്ര ഹൈറ്റിൽ നിന്ന് നമുക്ക് കാണാൻ എന്നുള്ളത് നല്ലൊരു സംഭവമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പിന്നെ ഇതിൻ്റെ ആർക്കിടെക്ചറും അങ്ങനെയെല്ലാം ഒരു വിസിറ്റിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്, ജസ്റ്റ് കണ്ടുപോകാൻ വേണ്ടി. ലിഫ്റ്റിന് താഴേക്ക് പോകാം, അല്ലെങ്കിൽ നടന്നവടിയിലേക്ക് പോകാം. ഇത് പുറത്തേക്കുള്ള